സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. ഒപ്പം തന്നെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും നിൽക്കുന്നുണ്ട്. നോക്കാം ഇന്നത്തെ സമഗ്രമായ കാലാവസ്ഥാ വിവരങ്ങൾ. വിവിധയിടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ നമ്മളോടൊപ്പം ചേരുകയാണ് മഴയുടെ സമഗ്രമായ വിവരങ്ങൾ നൽകാനായി. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് സുലേഖയുണ്ട്. സുലേഖ, ഗുഡ് മോർണിംഗ്. ഇന്ന് ചിങ്ങപ്പുലരിയാണ്. ഒപ്പം തന്നെ നമ്മുടെ കൈരളിയുടെ 26ാം പിറന്നാൾ ദിവസം കൂടിയാണ്. അങ്ങനെ ഏറ്റവും മനോഹരമായ ഒരു ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഒരു ദിവസത്തിൽ നിന്നുകൊണ്ട് മഴയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മനു, സംസ്ഥാനത്ത് എന്തായാലും മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. കണ്ണൂരും കാസർഗോഡുമാണ് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത്. അതിനൊപ്പം തന്നെ ഇടുക്കി മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇവിടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതിനൊപ്പം തന്നെ കണ്ണൂരും കാസർഗോഡും അതിശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇത്തരത്തിൽ ഛത്തീസ്ഗഡിന് മുകളിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഈ ന്യൂനമർദ്ദം അത് ശക്തി കുറഞ്ഞ് ഗുജറാത്ത് തീരത്തിന് മുകളിലേക്ക് പോകും. അത് ചക്രവാത ചുഴിയാകും. ആ സമയത്താണ് കേരളത്തിൽ മഴയ്ക്ക് ശമനം ഉണ്ടാവുക എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന അറിയിപ്പ് എന്ന് പറയുന്നത്. എന്തായാലും ഇതിന്റെ സ്വാധീന ഫലമായി തന്നെ ഈ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതിനൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 18ാം തീയതി വരെ, അതായത് നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും മഴ കനക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ അധികൃതർ മാറി താമസിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയാൽ അത് പാലിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്നത് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന ഒരു മുന്നറിയിപ്പ്. മണ്ണിടിച്ചിൽ സാധ്യതകൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആ പ്രദേശങ്ങളിൽ രാത്രിയാത്രകൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. ഒപ്പം KSEB ഇത്തരത്തിൽ കാറ്റും മഴയും ശക്തമാകുന്ന ഘട്ടത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് അറിയിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ശക്തമായ കാറ്റൊക്കെയും തുടരുന്ന ഘട്ടത്തിൽ ലൈനൊക്കെ പൊട്ടി വീഴാനുള്ളൊരു സാഹചര്യമുണ്ട്. അത് മാറ്റി നിർത്താൻ അതിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നത് തന്നെയാണ് KSEB മുന്നോട്ട് വെക്കുന്ന ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്. എന്തായാലും സംസ്ഥാനത്ത് കനത്ത മഴ വരുന്ന ദിവസങ്ങളിലും തുടരുമെന്നുള്ളത് തന്നെയാണ്. ഇന്നെന്തായാലും കണ്ണൂരും കാസർഗോഡ് ഓറഞ്ച് അലേർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതിനൊപ്പം തന്നെ ഇടുക്കി മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. മനു.